ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമുക്ക് ഇന്ന് വ്യാഴാഴ്ച മെയിൻറ്റെയിൻസ് ആയിട്ട് നമ്മുടെ ഗെയിം ഇതാ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമ്മുടെ ഗെയിമിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ. സോ നമ്മൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്ന സ്പെഷ്യൽ കാർഡ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന്, ബട്ട് മോർണിംഗ് തന്നെ ഒരു സിമ്പിൾ തന്നായിരുന്നു നമ്മുടെ കൊണാമി ഒഫീഷ്യൽ. ഇതിൽ ഒരു പ്ലെയർ വരുന്നുണ്ട് പറഞ്ഞിട്ട്, അതിൽ പക്ഷേ 5 യൂറോടെ ഇതായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് അത് ആരാന്നൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഫൈനലി നമ്മുടെ പെപ്പ് തന്നെയാണ്. പെപ്പ് 5 യൂറോ കപ്പ് കളിച്ചിട്ടുണ്ടല്ലോ. സോ പെപ്പയുടെ കാർഡ് കൊണ്ടുപോകുന്നുണ്ട് നമ്മളുടെ യൂറോപ്യൻ ക്ലബ് ഗാർഡിയൻസ് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് പെപ്പ കിടിലൻ കാർഡായിരിക്കും ഇത്, കാരണം ലെജൻഡറി കാർഡാണ്. സോ അതും ഏജ് 32 പ്രൈം ടൈമിന്റെ ആളുടെ. ഓക്കെ, 2015-16 കാർഡാണ് UCL വിന്നർ ആണല്ലോ. സോ പെപ്പയുടെ ഇതാ നമ്മളുടെ കാർഡ് കൊണ്ടുപോകുന്നുണ്ട്. സോ ലെജൻഡറി കാർഡാണ് ഗൈസ്, ഒരു രക്ഷയില്ല. എപ്പിക് കാർഡ് ഡിസ്ട്രോയർ ആണ് പ്ലേ സ്റ്റൈല്. ഓക്കെ, 188 ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോങ് ബോൾ എക്സ്പേർട്ട് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ പെപ്പയ്ക്ക് വരുന്നുണ്ട്. സോ കിട്ടില്ല കാർഡ് തന്നെയാണ്, ഒന്നും പറയാനില്ല. ആളുടെ മെയിൻ സ്കില്ല് വന്നിരിക്കുന്നത് ഫോർസ്ട്രസും ലോങ് റീഡ് ടാക്കിളാണ്. രണ്ടും കൂടി വരുമ്പോൾ പിന്നെ ഡിഫൻഡറിന് വേറെ നോക്കാനില്ല, കിടിലൻ കാർഡായിരിക്കും. അതിനൊപ്പം തന്നെ ഹെഡിങ്, മാൻ മാർക്കിംഗ്, ഇന്റർസെപ്ഷൻ, ബ്ലോക്കർ, ഏരിയൽ സുപ്പർറ്റി, സ്ലൈഡ് ആൻഡ് ടാക്കിൾ, ആക്രോബാറ്റിക് ക്ലിയറൻസ്, ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്നീ സ്കിൽസും വരുന്നുണ്ട്. സോ ഒരു കിടിലൻ കാർഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പാക്കത്ത് ഒരു കിടിലൻ കാർഡ് തന്നെയാണ് മൈക്കൺ. സോ മൈക്കൺ ഇന്റർ മിലാന്റെയും ബ്രസീലിന്റെയും കാർഡാണ്, അറിയാലോ. സോ 2009-10 നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്ന കാലഘട്ടത്തിലുള്ള ആ കാർഡാണ് മൈക്കന്റെ. സോ 28 വയസ്സുള്ള റൈറ്റ് ഫുട്ടർ മൈക്കനാണ്. ആളൊരു ഒഫൻസീവ് വിങ് ബാക്ക് ആണ്, റൈറ്റ് ബാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏർലി ക്രോസർ, ലോങ് റേഞ്ചർ ആണ് ആളുടെ പ്ലേ സ്റ്റൈൽസ്. അത്യാവശ്യം കുഴപ്പമില്ല സ്റ്റാറ്റ്സ് എന്തായാലും ആൾക്ക് വരും. ഇപ്പോൾ ക്രോസിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പാസിംഗ് ആയിക്കോട്ടെ, സ്പീഡ്, ആക്സലേഷൻ എല്ലാം ബെസ്റ്റ് തന്നെയാണ്. സോ റൈസിംഗ് ഷോട്ട് ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്, പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട്, എഡ്ജർ ക്രോസിംഗ് ഉണ്ട്, ഔട്ട് സൈഡ് കേർലർ, എഡ്ജർ ക്രോസിംഗ് പ്ലസ് ഫിനോൽ പാസ്. ഇതൊരു കിടിലൻ കാർഡാണല്ലോ. മൈക്കൻ്റെ ഒരു ടോപ്പ് കാർഡ് തന്നെയാണ് ടോപ്പ് ഇത്, ഒന്നും പറയല. ലോങ് ത്രോ ഉണ്ട്, ഗെയിംമാൻഷിപ്പ് ഉണ്ട്, മാൻമാർക്ക്, ഇന്റർസെപ്ഷൻ ഉണ്ട്. സോ ബെസ്റ്റ് കാർഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ലെജൻഡറി കാർഡും കൂടി വന്നിട്ടുണ്ട്, നമ്മളുടെ ബുർജാൻ ആണ്. സോ സെർജി ബുർജാൻ ബാഴ്സലോണിന്റെ 97-98 കാർഡാണ്. 26 വയസ്സുള്ള 172 ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് കാർഡാണ് വന്നിരിക്കുന്നത്. ടോപ്പ് തന്നെ ആയിരിക്കും, ഒന്നും പറയില്ല. സോ ഓവറോൾ റേറ്റിംഗ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം കിടലായിട്ട് തന്നെ കൂടെ ഉണ്ടാവും. ഡിഫൻസീവിൽ നല്ല സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, എന്തായാലും കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡ്, ആക്സലേഷൻ ഒക്കെ ബെസ്റ്റ് ആയിരിക്കും. സോ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ് ആൾക്ക് വന്നിരിക്കുന്നത്. എഡ്ജർ ക്രോസിംഗ് ആണ് കേട്ടോ. സോ എഡ്ജർ ക്രോസിംഗ്, ഡിഫൻസീവ് ഫുൾ ബാക്ക് വിത്ത് എഡ്ജർ ക്രോസിംഗ് നൈസ് കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പാക്കും കാര്യങ്ങളൊക്കെ ഇറക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കോയിൻസും അതുപോലെ തന്നെ നല്ല അക്കൗണ്ട് ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ ഒരു കൊടുത്തിട്ടുണ്ട് ലിങ്ക്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ജസ്റ്റ് കയറി ജോയിൻ ചെയ്താൽ കിടലാൻ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ കുഴപ്പമില്ലാത്ത പാക്കാണിത്. എന്തായാലും കറക്കുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കണ വേറൊരു പാക്കാണ് നമ്മളുടെ തുർക്കിഷ് ലീഗിൻ്റെ ആണ്. സോ ഇതിൽ നമുക്ക് എല്ലാഴ്ചയും വരുന്ന പോലെ തന്നെ വിക്ടർ ഒസിമിൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് 3-4 തൊട്ടാണ് ഇയാളുടെ പാക്ക് വരുന്നത്. ഷോർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗോൾ പോച്ചർ കാർഡ് വന്നിട്ടുണ്ട്, സ്ക്രീനിയർ വന്നിട്ടുണ്ട്, നമ്മളുടെ ബിൽഡപ്പ്. ഇയാൾ ഫോർസ്ട്രസും ഇയാൾ ഏരിയൽ ഫോർട്ടും ഒസിമിയും വന്നിരിക്കുന്ന ആക്സലേഷൻ ബൂസ്റ്റാണ്. പിന്നെ നമ്മുടെ റാഫ സിൽവ വന്നിട്ടുണ്ട്, പിന്നെ ഒനൂച്ച, ഓക്കെ, നൈജീരിയയുടെ സെൻട്രൽ ഫോർവേഡ് ആണ്. സോ ഈ പ്ലേയേഴ്സാണ് അതിൽ വന്നിരിക്കുന്നത്. പിന്നെ ജെ ലീഗിൻ്റെ തന്നെ വന്നിട്ടുണ്ട് മട്ടുസോടെയും അതുപോലെ തന്നെ നക്കസ്വാവ. സോ ചെങ്ങായി സെൻറ്റർ ബാക്കാണ്. ബുള്ളച്ചട്ടർ കാർഡാണ് സെൻറ്റർ ബാക്കിൻ്റെ, അതും നൈസായി. സോ ബുള്ളറ്റ് സെൻറ്റർ ബാക്ക് കാർഡ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പോയി ഗോൾ മറ്റേ ഇൻ മാച്ച് റോളിലൊക്കെ അച്ചാക്കർ 1-2 ഒക്കെ ഇട്ടതിന് ആൾ പോയി കിട്ടില്ല, ഹെഡൊക്കെ ചെയ്ത് ഗോളാക്കും, അതാണ് പ്രത്യേകത. പിന്നെ നമ്മളുടെ പ്ലെയർ ഓഫ് വീക്ക്. സോ UCL പ്ലെയർ ഓഫ് വീക്ക് ആണ് നമ്മുടെ വിക്ടർ ഒസിമിൻ ഗോൾ പോച്ചർ കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാൻഡിവാൻ ബിൽഡപ്പ് കാർഡ് വിത്ത് നല്ല സ്റ്റാറ്റ്സിലാണ് വന്നിരിക്കുന്നത്. സ്പീഡ്, ആക്സലേഷൻ നോക്കണ്ട, ആൾക്കറിയാലോ ആള് ബാക്കിൽ നിന്ന് പോയിട്ട് ഗോൾ അടിച്ച് വന്നതാണെന്ന് UCL. അതുപോലെ തന്നെ നമ്മുടെ മാക്കലസ്റ്റർ ബുള്ളച്ചെട്ടർ കാർഡായിരുന്നു വരേണ്ടത്, കിടില ഹെഡായിരുന്നു അന്നത്തെ, ബട്ട് നൈസ് കാർഡ് കൊണ്ടുപോകുന്നുണ്ട്, ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് റോളിലുള്ള കാർഡ്. പിന്നെ ഫിൽഫോഡം വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ കെലേഗർ, മെറീനോ, പിന്നെ നമ്മുടെ അറ്റ്ലാന്റത്തെ ലസാർ വന്നിട്ടുണ്ട്, പിന്നെ ബാഡെ, ലെവർകൂസൻ, പിന്നെ ബേൺ ഒരു ബ്ലിറ്റ്സ് ഹെഡർ ഉണ്ടായിരുന്നു ആളുടെ, പിന്നെ പ്രോബ്സ് വന്നിട്ട് ബാഴ്സറൊപ്പം കളിച്ചതിൻ്റെ, പിന്നെ കോൻ. സോ ഇത്തരം പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത് പ്ലെയർ ഓഫ് ദീക്ക്. ഇതിലെന്തായാലും വിക്ടർ ഒസിമിനും വാൻഡിവാനാണ് അടിപൊളി കാർഡ് പറയാൻ. പിന്നെ ഈ പ്ലെയർ ഓഫ് ദീക്കിൽ വന്നിരിക്കുന്നത് ഗ്രീസ്മാൻ്റെ കാർഡ് വന്നിട്ട് ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയിട്ട്. പിന്നെ വിട്ടീന് ഓർക്കസ്ട്രേറ്റഡ് കാർഡ് കെപ്പലൊക്കെ ഇട്ട് കളിക്കുന്നവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും.
അതുപോലെ തന്നെ നമ്മുടെ ഡൊക്കോ വന്നിട്ടുണ്ട്, ജെർമി ഡൊക്കോ അഗെയിൻസ്റ്റ് ലിവർപൂൾ, കിടിലൻ പെർഫോമൻസ്. പിന്നെ അങ്കിൾ ലെവെ വിത്ത് ഹാട്രിക് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച, കിടിലായിരുന്നു, ഒരു രക്ഷയില്ല സെലിജിക്കിന്റെ ഒപ്പം. പിന്നെ ഗർനാച്ചോ വന്നിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആണ് ചെൽസിക്ക് കാഴ്ചവെക്കുന്നത്, ഒരു രക്ഷയില്ല. ഇത് കുഴപ്പമില്ലാത്ത കാർഡാവുന്നുണ്ട് കേട്ടോ, ഡബിൾ ടച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മൂപ്പർക്ക്. സോ ടോപ്പ് കാർഡിനെ ആയിരിക്കും. പിന്നെ ഗോൾ കീപ്പർ സിവില്ലർ വന്നിട്ടുണ്ട്, പിന്നെ ഡിമാർക്കോ, ലുക്കുമി, പിന്നെ ടില്ല്, ഡോൺ, മസാത്ത, ഇത്രയും പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്. സോ കുഴപ്പമില്ലാത്ത പാക്കറ്റാണ്. നിങ്ങൾ ഇതിലത്തെ ടാർഗറ്റ് ആർക്കെ ജസ്റ്റ് താഴാൻ വേണ്ടിയിട്ട്, ഇതിലത്തെ ആണെങ്കിലും മറ്റേതാണെങ്കിലും. സോ ഞാൻ എന്തായാലും പ്ലെയർ ഓഫ് ദിക്ക് ഇതാണ് കൂടുതൽ കറക്കാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, പിന്നെ ഗൈസ് നമുക്ക് യൂറോപ്യൻ ക്ലബ് സെലക്ഷൻ വേണ്ടി വേറൊരു പാക്ക് കൂടി ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഡീഗോ കോസ്റ്റ ഉണ്ട്, അതുപോലെ തന്നെ ജോബോ നെവസ് ഉണ്ട്, പിന്നെ നമ്മുടെ ബില്ലിംഗാമിന്റെ ജോബ് ബില്ലിംഗാം വന്നിട്ടുണ്ട്. പിന്നെ ഗ്രീൻവുഡ്, ഈ പാക്കത്ത് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഗ്രീൻവുഡ്. ഹോൾ പ്ലെയർ കാർഡാണ്, ബട്ട് സെറ്റ് കാർഡായിരിക്കും. അറിയാലോ നമുക്ക് ഗ്രീൻവുഡിന്റെ പ്രൈമും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആൾ അത്യാവശ്യം ഗോൾ സ്കോറിങ് അവിടെ നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ സക്കീരിയ ഓൾ ടൈം ബെസ്റ്റ് ഒരു ഹൈലൈറ്റ് കാർഡ് നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലത്തെ ഫീച്ചേർഡ് ആണെങ്കിലും ബേസ് കാർഡ് ആണെങ്കിലും ബെസ്റ്റ് ഒരു ആങ്കർമാൻ സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് നമ്മുടെ സക്കീരിയ. സോ ആങ്കർമാൻ ആണ്, ഒരു രക്ഷയില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് വരുന്നുണ്ട്. ഈ പാക്കത്തെ ബെസ്റ്റ് രണ്ട് ഓപ്ഷനാണ് അത് രണ്ടെണ്ണം, സക്കീരിയ ആയിക്കോട്ടെ ഗ്രീൻവുഡ് ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ ഗിറൂഡ് വന്നിട്ടുണ്ട്, ആന്റോണിയോ സിൽവ, മൊറീറ്റ, ഇവന്മാർക്ക് ഏതാ വാക്കോസ്റ്റ് വന്നിട്ടുണ്ട്, കോലിൻസ് വന്നിട്ട്. സോ ഇത്രയും പ്ലേയേഴ്സ് ആണ് ഈ പാക്കിലുള്ളത്. കുഴപ്പമില്ല, ഒരു ആവറേജ് പാക്കാണ്. ആ രണ്ട് പ്ലെയറെ ടാർഗറ്റ് വെച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം പറയാം. പിന്നെ ഇത് തിങ്കളാഴ്ച എന്താണ്, പിന്നെ നാഷണൽ ടീമിന്റെ അറിയാലോ, നിങ്ങൾക്ക് ഇനി ഒരു 5 കളി കളിച്ച് ജയിക്കുകയാണെങ്കിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആവും, നിങ്ങൾക്ക് അപ്പോൾ എടുക്കാമത്തുള്ളൂ. വേറെ ഒന്നും പിന്നെ പ്രത്യേകിച്ച് വന്നിട്ടില്ല, ഇതൊക്കെ മുമ്പുള്ള തന്നെയാണ് ഗൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് പുതിയൊരു പാക്ക് വന്നിട്ടുണ്ട് പ്ലെയർ. സോ നിങ്ങൾക്ക് ഇത് ഫ്രീ ആന്ന് വേണമെങ്കിൽ പറയാം. ഫ്രീ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 15,000 ഈ ഫുട്ബോൾ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ ജോനിൽട്ടൺ ആണ് വന്നിരിക്കുന്നത്. ജോനിൽട്ടന്റെ ഒരു ഫ്രീ ഷോർട്ട് ടൈം കാർഡ് പറയാം, നിങ്ങൾക്ക് 15,000 ഈ ഫുട്ബോൾ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ. ആളൊരു ബോക്സ് ടു ബോക്സ് കാർഡാണ് വന്നിരിക്കുന്നത്, 29 ഏജുള്ള 2025 കാർഡ് തന്നെയാണ്. കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് എന്തായാലും, ജോനിൽട്ടൺ ആണല്ലോ, നല്ല വർക്ക് റേറ്റ് ഉള്ള പ്ലെയറാണ്. എന്തായാലും ടോപ്പ് കാർഡ് തന്നെയാണ്. നമുക്കൊരു W കൊടുക്കുക കൊണാമിക്ക്, ഇതുപോലൊക്കെ കൊണ്ടുപോകാൻ മതി. നമ്മൾ ഷോപ്പിൽ കുറെ പേര് ഇപ്പോൾ ഇതൊന്നും വരില്ല വെച്ചിട്ട് ഈ ഫുട്ബോൾ പോയിന്റ് കിട്ടുന്ന ഇവന്റ്സും കാര്യങ്ങളൊക്കെ കളിക്കാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കളിച്ചിട്ടുള്ളവർക്ക് ലാഭമാണ്. സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും റിഡീം ചെയ്യാനുള്ള പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര ഈ ഫുട്ബോൾ പോയിന്റ്സ് ഉണ്ടെന്നൊക്കെ ജസ്റ്റ് താഴെ കമന്റ് ചെയ്തോ. നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്തോ. ഒരു നല്ലൊരു ഓപ്ഷനായി അതെന്തായാലും പൊളിച്ചു. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇത് വന്നിട്ടില്ല ഗെയിമിൽ. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട്, നമ്മുടെ ഡെയിലി ഗെയിമിലായിക്കോട്ടെ ഒന്നും വന്നില്ല. മെയിനായിട്ട് പറയുന്നത് പെപ്പയുടെ ഈ കാര്യം തന്നെയാണ്. പെപ്പയുടെ ഈ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ സെറ്റ് കാർഡ് തന്നെയാണ് ഗൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവൻസിക്ക് പോവാം. ഇവൻസിൽ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ആയിട്ടുള്ളതിൽ ഇത് കളിച്ച് തന്നെ നമുക്ക് പ്ലെയർ ഓഫ് വീക്കിൻ്റെ ഒരെണ്ണം എടുക്കാം. ഇത് കളിച്ച് അടുത്ത പ്ലെയർ ഓഫ് വീക്കിൻ്റെ എടുക്കാം. പിന്നെ നോമിനേറ്റിംഗ് ഒരു 5 സ്റ്റാർ വേണമെങ്കിൽ ഇത് എടുത്തോ. നിങ്ങൾക്ക് കുറേ പേര് വാൽവെർഡെ അതുപോലെ തന്നെ ബാൻഡി വാനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് കളിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നാഷണൽ ടീമിൻ്റെ 50 കോയിൻ വേണമെങ്കിൽ ഇത് കളിച്ചാൽ മതി. ഓക്കെ, AI മാച്ചസ് ആണ്. പിന്നെ പ്ലെയർ വേഴ്സസ് പ്ലെയറിൽ നമുക്ക് 50 പോയിന്റിൻ്റെ കളി വരുന്നുണ്ട്. സോ ഒരെണ്ണം ഇതാണ്, ഇത് കഴിഞ്ഞ ആഴ്ച ഇത് ഈ ആഴ്ച വന്ന് തന്നെയാണ്. ഓക്കെ, സോ ഇതെടുത്ത് കളിച്ചാൽ മതി. അതുപോലെ തന്നെ അടുത്തത് ഇത് പിന്നെ കഴിഞ്ഞ ആഴ്ച വന്നതാ. സോ ഇത് രണ്ടും കളിച്ചാൽ നിങ്ങൾക്ക് കിട്ടണതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ഗെയിമിൽ വന്നിരിക്കുന്നത്. ഇതിലത്തെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ മറ്റേ പാക്ക് ടോപ്പ് തന്നെയാണ്, ഒന്നും പറയാല്ല. നമ്മുടെ പെപ്പ് ആയിക്കോട്ടെ, മൈക്കൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബുർജാൻ. സോ 3 പേരും കിടലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കോയിൻ ഉണ്ട്, ഒരു 4K കോയിൻ 5K കോയിൻ ഉണ്ട്. ആ കോയിൻ വെച്ച് നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് പാക്ക് ഓപ്പൺ ഒക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ റിപ്ലൈ തരേണ്ടതായിരിക്കും. മിനിമം ഒരു 5K കോയിൻ ഉണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈ പാക്ക് കറക്കാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ കാര്യം മറക്കണ്ട, ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തിങ്കളാഴ്ച വരാൻ പോകുന്ന പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ പ്ലാറ്റിനി, അതുപോലെ തന്നെ നമ്മുടെ ടോട്ടി വരുന്നുണ്ട്, പിന്നെ നമ്മളുടെ റുസുസ്കി, ഈ 3 വരുന്നത്. സോ 3 കിടലിനാണ്, ഒരു രക്ഷയില്ല പറയാം. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലിങ്ക് ഉണ്ട്, താല്പര്യമുള്ളവർ കയറുക ഗ്രൂപ്പിൽ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.